ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്നെങ്കിലും നിങ്ങളുടെ അടുത്ത് കുറേ ആൾക്കാരിയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതേപോലെ ഒരിക്കലെങ്കിലും ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സഫോക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഡിസപ്പിയർ ആവുന്ന പോലെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളില്ല. റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ നിങ്ങളെന്ന വ്യക്തി അവിടെ നശിച്ചു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഈ രണ്ട് ഫീലിങ്സും റാൻഡമായിട്ട് വരുന്നൊരു കാര്യമല്ല. ഇത് നമ്മളുടെ വീക്ക്നെസ്സും അല്ല, ഇത് നമ്മുടെ ബയോളജിയാണ്. നമ്മുടെ ബയോളജി കാരണമാണ് നമ്മൾക്ക് ഈ രണ്ട് ഫീലിങ്സും വരുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം മെജോറിറ്റി ആൾക്കാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്, ഒരു കൺസെപ്റ്റാണ്. ഇത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ശരിക്കും മനുഷ്യന് റിലേഷൻഷിപ്സ് വേണോ? റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാം. റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല. ഓക്കെ, ഞാനിവിടെ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് എല്ലാവരും ഉള്ള റിലേഷൻഷിപ്പ്, പാർട്ട്ണർ, ഫ്രണ്ട്സ്, ഫാമിലി, സ്ട്രേഞ്ചേഴ്സ്, എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ജനറേഷനിൽ ഒരു വിയേർഡ് ഫീലിംഗ് ഉണ്ട്. എന്താണ്? എല്ലാവർക്കും പേടിയാണ് റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്. കല്യാണം കഴിക്കണോ? റിലേഷൻഷിപ്പിലാവണോ? കമ്മിറ്റഡ് ആവണോ? ക്ലോസ് ആവണോ? പലർക്കും കമ്മിറ്റഡ് ആവാനും ക്ലോസ് ആവാനും പറ്റുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പലരും റിലേഷൻഷിപ്പിനോട് നോ പറയുന്നത് പേടി കൊണ്ടും അതുപോലെ തന്നെ ഒരു അകലം പാലിക്കുന്നതും കൊണ്ടാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാനൊരു ഡാറ്റ നിങ്ങളോട് പറയാം. നമ്മൾ മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ അവരൊരു എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയെന്ന് വിചാരിക്കുക. അതായത് ആ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ടൈം ഫീഡ് ചെയ്യണം, അതായത് ഭക്ഷണം കൊടുക്കണം, ബാക്കിയെല്ലാം ക്ലീനാക്കി വെക്കണം, എല്ലാ രീതിയിലും നല്ലൊരു എൻവയോൺമെൻറ്റ്, ഹെൽത്തി എൻവയോൺമെൻറ്റ് സെറ്റപ്പിൽ ആ കുഞ്ഞുങ്ങളെ കിടത്തണം, അവർക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്യണം. പക്ഷേ നേഴ്സസിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, ആ കുട്ടികളെ ടച്ച് ചെയ്യരുത്, സംസാരിക്കരുത്, ഐ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഫീഡിങ് മാത്രം. കൃത്യമായ ടൈമുകളിൽ വരിക, മുഖം മറച്ച് ഫീഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കുട്ടികളോട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ആ കുട്ടികളൊക്കെ മരിച്ചു പോകും. ഇൻഫെക്ഷൻ കൊണ്ടല്ല, വിശപ്പ് കൊണ്ടല്ല, ഹ്യൂമൻ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, വിസ്ഡം ഓഫ് ട്രോമ എന്ന ഡോക്യുമെൻ്ററിയിൽ ഗബർമേറ്റ് എന്ന ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണിത്. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് ഹാരി ഹെർലോ എന്നൊരു റിസർച്ചർ ബേബി മങ്കീസിൽ ചെയ്തിട്ടുണ്ട്. അതായത് ജനിച്ച് വീണ കുരങ്ങിൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് താമസിപ്പിച്ചു. എന്നിട്ട് കുറേ മാസ്ക് ചെയ്ത ആൾക്കാർ വന്ന് അതിന് കൃത്യമായ ഇൻ്റർവെല്ലിൽ ഫീഡ് ചെയ്തു. അതായത് ഈ മാസ്ക് ചെയ്ത ആളുടെ മുഖമൊന്നും ഈ മങ്കിക്ക് കാണൂല, ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ല, ജസ്റ്റ് ഫുഡ് മാത്രം, ഒരു ടച്ചും ഇല്ല, ഒരു ഇൻട്രാക്ഷനും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പം ആ പിഞ്ച് കുരങ്ങൻ കുഞ്ഞ് മരിച്ചുപോയി. എന്നിട്ട് അതിൻ്റെ ബ്രെയിൻ ഇവരെടുത്ത് ചെക്ക് ചെയ്തു. ബ്രെയിൻ ചെക്ക് ചെയ്തപ്പം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ബ്രെയിൻ അണ്ടർ ഡെവലപ്ഡ് ആണ്. അതായത് നമ്മുടെ ബ്രെയിൻസിൽ ഇങ്ങനെ കുറച്ച് ഫോർമേഷൻസ് വരില്ലേ, കുറച്ച് കർവേച്ചർ, അതൊക്കെ ഫ്ലാറ്റ് ആയിരുന്നു പലയിടത്തും. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സിൽ നിന്നും പല സ്റ്റഡീസിൽ നിന്നും ന്യൂറോ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് സോഷ്യൽ കണക്ഷൻ വേണമെന്നാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, അത് ബ്രെയിനിൻ്റെ ഒരു ന്യൂട്രീഷൻ പോലെയാണ്. നമ്മൾ മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇൻറ്റേർണലി ആ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഒക്കെ, ഏത് കുഞ്ഞാണെങ്കിലും നമ്മളുടെ മുഖത്ത് പല ഭാവങ്ങൾ വരുന്നതും നമ്മൾ കണക്ട് ചെയ്യുന്നതും ഒക്കെ. പല ഡാറ്റാസും പറയുന്നത് നമ്മൾ ലോൺലിനെസ് അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മരിച്ചു പോകാനുള്ള ചാൻസ് 26% കൂടുതലാണ് എന്നാണ്. അതായത് ഒബീസിറ്റിനെക്കാട്ടിയും വലിയ റിസ്ക്കാണ്. അതേപോലെ നമ്മൾക്ക് നല്ല സോഷ്യൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് 50% കൂടുതലാണ് എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോഷ്യലി ഡിസ്കണക്റ്റഡ് ആവുക എന്ന് പറയുന്നത് സ്മോക്കിങ്ങിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. ഇത് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കൊറോണ സമയത്ത് പല ആൾക്കാരും ഡിപ്രഷനിൽ പോയതും പല ആൾക്കാർക്കും മാനസിക പിരിമുറുക്കം വന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്. നമ്മൾ പലരും ഹെൽത്തിനെ പറ്റി പറയുന്ന സമയത്ത് നല്ല ഡയറ്റിനെ പറ്റി പറയുന്നു, എക്സസൈസിനെ പറ്റി പറയുന്നു, പക്ഷെ ആരും ഈ ഹ്യൂമൻ കണക്ഷനെ പറ്റി പറയുന്നില്ല, നല്ല റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്നില്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. റിസർച്ചേഴ്സ് കുറച്ച് ആൾക്കാരെ 10 മണിക്കൂർ സോഷ്യലി ഐസൊലേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അവരുടെ ബ്രെയിൻ ചെക്ക് ചെയ്തു. അപ്പം ബ്രെയിൻ ചെക്ക് ചെയ്ത സമയത്ത് ഈ വിശപ്പ് വരുമ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ട് ആക്റ്റീവ് ആവും. ആ പാർട്ടാണ് ആക്റ്റീവ് ആയത്. അതായത് ലോൺലിനെസ് എന്ന് പറയുന്നത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഹങ്കറാണ്, വിശപ്പാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഹ്യൂമണിന് കണക്ഷൻ വേണം, അത് അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പലരും എന്നോട് തർക്കിക്കും, അല്ല കണക്ഷൻ വേണ്ട മനുഷ്യന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം. ഹ്യൂമണിന് ബേസിക്കലി 2 നീഡ്സാണ് ഉള്ളത് റിലേഷൻഷിപ്പിൽ. ഒന്ന് കണക്ഷൻ, മറ്റൊന്ന് സെപ്പറേഷൻ. രണ്ടും നമ്മൾ മനുഷ്യർക്ക് വേണം. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ഈ സെപ്പറേഷൻ?
നമുക്ക് റീസെന്റ് ഇറങ്ങിയ രാഷ്മിക മഡനയുടെ ഗേൾ ഫ്രണ്ട് എന്ന മൂവി എടുക്കാം. അതിൽ രാഷ്മികയുടെ ക്യാരക്ടറും ബോയ് ഫ്രണ്ടും തമ്മിൽ നല്ല കണക്ഷൻ ആദ്യം ഉണ്ട്. അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആ ബോയ് ഫ്രണ്ട് ഇവളെ ബ്രീത്ത് ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അവളുടെ ഓരോ ഡിസിഷൻസും മോണിറ്റർ ചെയ്യാണ്, ഓരോ ഡിസിഷൻസും ചോദ്യം ചെയ്യാണ്. അവൾക്ക് ഒരു തരത്തിലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവിടെ അവൾ സ്ലോലി ഡിസപ്പിയർ ചെയ്യണം. ബോഡിയല്ല, അവളുടെ സെൽഫ്, അതായത് അവളുടെ ഒപ്പീനിയൻസ്, അവളുടെ ഡ്രീംസ്, അവളുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ അവിടെ നശിക്കുകയാണ്. അപ്പം റിലേഷൻഷിപ്പിൽ അത് ലവായിട്ട് മാറുന്നില്ല, അത് സഫോക്കേഷനാണ്. ഇത് നമുക്ക് ചുറ്റും റിയൽ ലൈഫിൽ പലരുടെയും റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പിൽ കണക്ഷൻ വന്നിട്ട് കണക്ഷൻ മാത്രമായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സഫോക്കേറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ തോന്നും. ദാറ്റ് മീൻസ് വി നീഡ് സെപ്പറേഷൻ ഓൾസോ. കാരണം എന്താ, നമ്മൾ മനുഷ്യർ എല്ലാവർക്കും ഡിഫറെൻറ്റ് ബ്രെയിൻസ് ആണ് അല്ലേ. എൻ്റെ ബ്രെയിൻ അല്ല നിങ്ങളുടെ ബ്രെയിൻ. നമ്മുടെ ഗോൾസ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഗ്രോത്ത് ഡിഫറെൻ്റ് ആണ്. അപ്പം സെൽഫ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യണം. അപ്പോൾ സെൽഫായിട്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ മാത്രം പോരാ, സെപ്പറേഷനും വേണം. ഇത് ചെറിയ കുട്ടികളിൽ പോലും നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ നമ്മൾ കളിക്കാൻ വിടണം അല്ലേ, അവർ ഒറ്റക്കന്നെ ഇരുന്ന് കളിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ കളിക്കുന്നില്ല. അത് അവർക്കും പറ്റില്ല, നമുക്കും പറ്റില്ല. പക്ഷെ അവർ കണക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നന്നായി കണക്ട് ചെയ്യും, നേരെ തിരിച്ച് അവർ ഒറ്റയ്ക്ക് പോയി കളിക്കുകയും ചെയ്യും. അപ്പം ആ ചെറുപ്പത്തിലേ നമുക്ക് ആ പാറ്റേൺ കാണാൻ പറ്റും. കണക്ഷനും വേണം, സെപ്പറേഷനും വേണം. 1966 സൈക്കോളജിസ്റ്റ് ഡേവിൻ ബക്കാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഹ്യൂമൻ ലൈഫിന് 2 കോർ നീഡ്സ് ഉണ്ട് എന്നാണ്. അദ്ദേഹം ബ്രോഡായിട്ട് അതിനെ വിശേഷിപ്പിച്ചത് ഏജൻസി ആൻഡ് കമ്മ്യൂണിയൻ എന്നാണ്. ഏജൻസി എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി, കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് നമ്മളുടെ കണക്ഷൻ. ഈ 2 വേർഡും ഞാൻ ആദ്യം വായിച്ചത് ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന ബുക്കിൽ നിന്നാണ്. ആ ബുക്കിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഇത് രണ്ടും വേണം. ഇതിലൊന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബാലൻസ് ഉണ്ടാവില്ല. അതായത് കണക്ഷനും വേണം, സെപ്പറേഷനും വേണം. എന്തിനാ സെപ്പറേഷൻ എന്ന് മനസ്സിലായില്ലേ? നമ്മളുടെ ഐഡൻറ്റിറ്റിക്ക്, നമ്മുടെ സെൽഫ് ഗ്രോത്തിന്, നമ്മളുടെ ഗോൾസിന്, ഇതിനൊക്കെ നമുക്ക് വേറെ സ്വന്തമായിട്ടൊരു സമയം വേണം, സ്പേസ് വേണം. അതേ സമയത്ത് ഇപ്പുറത്ത് നമുക്ക് കണക്ഷനും വേണം. കാരണം കണക്ഷനും നമ്മുടെ ബ്രെയിനൊരു ന്യൂട്രീഷനാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പല മനുഷ്യരും ട്രാപ്പിൽ പെടുന്നത്. ചിലർ കണക്ഷൻ ലൂസ് ആവുമെന്ന് പേടിച്ചിട്ട് ഈ ഓട്ടോണോമി കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്യും. അതായത് ഈ സെപ്പറേഷൻ വേണ്ട, ഈ കണക്ഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിരിക്കും. പക്ഷെ ഒരുപാട് കണക്ഷനിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവും. ഒരു ദിവസം എഴുന്നേറ്റ് നമ്മൾ ചോദിക്കും, ഞാൻ ആരാ, എൻ്റെ പർപ്പസ് എന്താ, ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ തോന്നും. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, സെൽഫ് ലോസ് ആവുമെന്ന് പേടിച്ചിട്ട് ഒരാളായിട്ട് കണക്ട് ആവില്ല. അവരെല്ലാവരും ഡിസ്റ്റൻസിൽ വെക്കും. ഇതിനെ അവർ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കും, സ്ട്രെങ്ത് എന്ന് വിളിക്കും. പക്ഷെ റിയാലിറ്റിയിൽ അവരുടെ ബ്രെയിൻ സ്റ്റാർവ് ചെയ്യാണ് കണക്ഷൻ ഇല്ലെങ്കിൽ. രണ്ടും എക്സ്ട്രീമിൽ പോയാലും വളരെ ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ബെസ്റ്റ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്, റിസർച്ചേഴ്സ് പറയുന്നത്, ഈ 2 ബേസിക് നീഡ്സും തിരിച്ചറിഞ്ഞ് ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ബെസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ. അപ്പോൾ എന്താണ് ഈ ബാലൻസ്? സിമ്പിളാണ്. നമ്മൾ ഒരാളൊപ്പരം ചിലവഴിക്കുന്ന സമയത്ത് അയാളൊപ്പരം തന്നെ ഇരിക്കൂ. പകുതി ഫോണിൽ, പകുതി നിങ്ങളേതോ ഒരു പഴയകാല ഓർമ്മയിൽ, അങ്ങനെയൊന്നും ജീവിക്കാണ്ട് അതിൽ തന്നെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ കളിക്കുക. ആ ടൈം അവർക്കാണ്. ആ സമയത്ത് നമ്മളുടെ കാര്യങ്ങളിലേക്ക് 100 ചിന്തകൾ നമ്മൾക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരാളൊപ്പരം ചിലവഴിക്കുന്ന ടൈം, അത് നമ്മുടെ പാർട്ട്ണറാവാം, സുഹൃത്തുക്കളാവാം, അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യാം. ഇനി നമ്മൾ സ്പേസ് എടുക്കുന്ന സമയത്ത്, അത് നമ്മൾ കുട്ടികളുടെ അടുത്തുനിന്നായാലും പോലും അത് നമ്മൾക്കുള്ള സ്പേസ് ആണ്, അത് കംപ്ലീറ്റ്ലി എടുക്കുക, അതിൽ തന്നെ ഇൻവോൾവ് ചെയ്യുക. കാരണം നമ്മളുടെ ഓൺ ഗോൾസ്, നമ്മളുടെ ഓൺ ഫ്രണ്ട്സ്, നമ്മളുടെ ഓൺ ഇന്നർ വേൾഡ്, ഇതെല്ലാം ഉള്ളത് തെറ്റൊന്നുമല്ല. അതിലൊരിക്കലും കുറ്റബോധം തോന്നരുത്. കാരണം അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഒരിക്കലും റിലേഷൻഷിപ്പിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സ്പേസ് അല്ല. ഇത് റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാണ്. ലൈക്ക് ബ്രീത്തിങ് പോലെ. ലൈക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നത് കണക്ഷനായിട്ട് വിചാരിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് സെപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. നമുക്ക് രണ്ടും വേണ്ടേ? രണ്ടും വേണം. ബ്രീത്തിനും വേണം, ബ്രീത്ത് ഔട്ടും വേണം. റിസർച്ച് പറയുന്നത് ഈ 2 ബേസിക് നീഡ്സും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ എംപത്തറ്റിക് ആവും, കൂടുതൽ അക്കോമഡേറ്റിംഗ് ആവും, കോൺഫ്ലിക്റ്റിൽ നിന്നൊന്നും ഓടിപ്പോവില്ല, ഗ്രോ ചെയ്യാൻ ശ്രമിക്കും. ഇവൻ റിലേഷൻഷിപ്സ് ആണെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇപ്പം എല്ലാം എസ്കേപ്പാണ് അല്ലേ? ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം റിലേഷൻഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായി. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കട്ട്, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ. അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ അപ്കമിങ് വീഡിയോസ്. അപ്പം ഈ 2 ബേസിക് നീഡ്സും മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഴ്സണലി ഗ്രോ ചെയ്യും, നമ്മൾക്ക് കണക്ഷനും ഉണ്ട്, അത് നമ്മളെ സേഫ് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പം സേഫ്റ്റി പ്ലസ് ഫ്രീഡം രണ്ടും കിട്ടുമ്പോഴാണ് നമുക്കൊരു റിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആരെങ്കിലും റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ട് ആണെന്ന് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ ഒരാളായിട്ട് കണക്ട് ചെയ്യണം, ഓക്കെ,
ആ ടൈമിൽ തന്നെ അയാളായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫായിട്ടുള്ള കണക്ഷനാണ്, ഇത് മറ്റുള്ളവരായിട്ടുള്ള കണക്ഷൻ. ഓക്കെ, രണ്ടും മറ്റേ ടൈം നടക്കൂല. അപ്പോൾ കൂടെ ഉള്ളപ്പം ഫുള്ളി ഇൻവോൾവ് ചെയ്യുക, ഫുള്ളി പ്രസന്റ് ആവുക. സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറ്റബോധം തോന്നാണ്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കുക, ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യുക. രണ്ടും വേണം, രണ്ടും നോർമലാണ്, രണ്ടും ഹ്യൂമൻ ആണ്. പിന്നെ ഇപ്പോൾ ചില ചിന്തിക്കാറില്ല, നമ്മളെല്ലാവരും ഒറ്റക്കല്ലേ, ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും നമ്മൾ ഒറ്റക്കല്ലേ, അങ്ങനെയെല്ലാം തോട്ട്സ് വരും. അങ്ങനെയല്ല, അതായത് നമ്മൾ ഒറ്റക്കാന്ന് വെച്ചിട്ട് നമ്മൾക്ക് ആരും വേണ്ട എന്നല്ല പറയുന്നത്. ഒരാളുണ്ടെങ്കിലേ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. അത് ഡിപ്പെൻഡൻസിയാണ്. എനിക്ക് ഒരാളും വേണ്ട, അത് ഐസൊലേഷനാണ്. നമ്മൾ ആരും ഇല്ലെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആണ്. ബട്ട് സ്റ്റിൽ വി ഷുഡ് ഏബിൾ ടു കണക്ട് വിത്ത് പീപ്പിൾ. ഈവൺ ഇഫ് ഒരാൾ പാർട്ട്ണർ വേണ്ട ചിന്തിക്കണം, കല്യാണം കഴിക്കണം, ബട്ട് സ്റ്റിൽ വി ഷുഡ് ഏബിൾ ടു കണക്ട് വിത്ത് അതർ പീപ്പിൾ, റൈറ്റ്? ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യണം, ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യണം, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ഈവൻ സ്പിരിച്വൽ ലീഡേഴ്സ് പോലും അവരും കൂട്ടത്തിൽ ഇരുന്നിട്ടല്ലേ നമുക്ക് പലതും പറഞ്ഞിരുന്നത്. അവരൊറ്റക്കാണ് ഇരിക്കുന്നത്. എത്ര ആൾക്കാരാണ് അവർക്ക് ചുറ്റുമുള്ളത്? അപ്പോൾ ആൾക്കാർ എപ്പോഴും വേണം, കണക്ഷൻ എപ്പോഴും വേണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അലോൺ തന്നെയാണ്, നമ്മൾ ഒറ്റക്ക് വന്ന് ഒറ്റക്ക് പോകുന്നു. പക്ഷേ നമ്മളിവിടെ ഒറ്റക്ക് വന്ന് ഒറ്റക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനാണ് ഇവിടെ വന്നത് എന്നതും കൂടി നമ്മൾ ഓർക്കണം. അതിലൂടെയാണ് നമ്മൾ പലതും പഠിക്കുക, അല്ലേ? ഏറ്റവും വലിയ കാര്യമായ സ്നേഹം പഠിക്കുന്ന തന്നെ ഈ റിലേഷൻഷിപ്പിലൂടെ അല്ലേ? ഒറ്റയ്ക്ക് ഇരുന്നാൽ പഠിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇന്നത്തെ ജനറേഷനിൽ റിലേഷൻഷിപ്പിനെ ആൾക്കാർ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നല്ല റിലേഷൻഷിപ്പിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ലൈഫ് മീനിങ് ഫുൾ ആക്കുന്ന കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.